വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ XAUSD ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്, ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം മോർണിംഗ് ഒരു 12:30 വരെയുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ രീതിയിൽ തന്നെ മാർക്കറ്റ് 100% മൂവ് ചെയ്തുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ പോലും XAUSDയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഈ ഒരു വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിലും സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ചും മാത്രമായിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു അനാലിസിസിലേക്ക് പോകാം. ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്, ഇന്ന് മാർക്കറ്റ് 4:30 ഓപ്പണായി. ഇന്നത്തെ ഒരു ഡേ ലോ എന്ന് പറയുന്നത് 4662-64 റേഞ്ചിലാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലാണ് മാർക്കറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അപ്പിലേക്കാണ് പോയിരിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് അപ് ട്രെൻഡാണ്. അതായത് ഹയർ ടൈം ഫ്രെയിമുകളൊക്കെ ഇപ്പോഴും ഒരു സെൽ ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ വളരെ വേഗത്തിൽ തന്നെ അപ് ട്രെൻഡിലേക്ക് മാറാനുള്ള ഒരു രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് ലോവർ ടൈം ഫ്രെയിമുകളെല്ലാം ബൈ കൺഫർമേഷനാണ് കിട്ടിയിരിക്കുന്നത്. ബൈയിലേക്കാണ് വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിന് ഓപ്പൺ പ്രൈസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 232 പോയിന്റോളം 35 പോയിന്റോളം മാർക്കറ്റ് ഒരു ബൈ ഡയറക്ഷനിലേക്ക് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം അൺസ്റ്റേബിൾ ആയിട്ടുള്ള, നമുക്ക് എൻട്രികളൊക്കെ മിസ്സാവുന്ന ഒരു ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. നമുക്ക് ട്രേഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു മാർക്കറ്റാണ് ഒരു 2-3 ഡേയ്സ് ആയിട്ട് നമുക്കുണ്ടായിരുന്നത്. അതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇന്ന് മാർക്കറ്റ് അത്രയും ഹൈ വോളറ്റൈൽ എന്നല്ല, ഒരു വൺ സൈഡ് നല്ല മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പല എൻട്രികളും തന്ന്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സപ്പോർട്ടും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രികൾ കിട്ടുക, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ഗോൾഡ് മാർക്കറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ പോലും വളരെയധികം കെയർഫുള്ളായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണം. 4664 നിന്ന് മാർക്കറ്റ് ഏകദേശം 4828 വരെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ചെറിയ റിജക്ഷൻ വന്നതിന് ശേഷമാണ് 4750 745 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആയതിനു ശേഷമാണ് വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോയിട്ടുള്ളത്. ഇന്നത്തെ ഒരു ഡേ ഹൈ ഈ ഒരു മൊമെന്റ് വരെയുള്ളത് 4894 വരെയാണ് മാർക്കറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമുകളൊക്കെ ബൈയിലേക്ക് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിജക്ഷൻ ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഹയർ ടൈം ഫ്രെയിമുകൾ ബൈയിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് വലിയ രീതിയിലുള്ള ബൈ മൂവ്മെന്റുകൾ ഉണ്ടാകും. ഏകദേശം 4894 ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ 4900 912 928 ആ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വീണ്ടും 4950 വരെയുള്ള റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനി അതല്ല, അതിനെ ബ്രേക്ക് ചെയ്യുന്നില്ല, അതൊരു ഡേ ഹൈ ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ് എങ്കിൽ നമുക്ക് കുറച്ച് റിജക്ഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. നിലവിലത്തെ ഒരു മൂവ്മെന്റ് അനുസരിച്ച് ഹൈ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4888 4892 94 റേഞ്ചാണ് ഒരു ഹൈ റെസിസ്റ്റൻസ് ഏരിയ. അവിടെ നിന്ന് നമുക്കൊരു ട്രേഡ് ചെയ്യാനുള്ള ഒരു റിജക്ഷൻ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4864 വരെ ഒരു റിജക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ, ഒരു ആദ്യമേ വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു 4858-62 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിന് താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ 4850-52 റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് സാധ്യതകളുണ്ട്. വീണ്ടും താഴേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4828 30 32 റേഞ്ച്. വീണ്ടും താഴേക്കാണെങ്കിൽ 4820 22 18 റേഞ്ചുകളൊക്കെ വളരെയധികം സ്ട്രോങ് സപ്പോർട്ട് ഏരിയകളാണ്. 4808 നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ബൈ പ്ലേസ് ചെയ്യാനുള്ള ബൈ ഓർഡേഴ്സ് ഒക്കെ കിടക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയ 4856 നമുക്കൊരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ആണ്. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയത് കൊണ്ട് തന്നെ 4888 92 94 അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. പക്ഷെ അതിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 4902 912 928 റേഞ്ചുകളൊക്കെ നമുക്കൊരു
റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇന്ന് മാർക്കറ്റ് അത്യാവശ്യം റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയ ഒക്കെ അത്യാവശ്യം ഇത് ചെയ്തിട്ടാണ്, ആക്റ്റീവായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. 4928 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 4948, 38, 50 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വീണ്ടും പോകാനുള്ള സാധ്യതകളാണ്. സെല്ലിലേക്ക് അധികം വരാനുള്ള ചാൻസസ് നിലവിൽ കുറവാണ്. കൂടുതലും നമുക്ക് സെല്ല് വലിയൊരു ഹ്യൂജ് സെല്ലൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നത് കൂടുതലും ഈവനിങ് ടൈമാണ്. ഡേ ടൈം ഓൾമോസ്റ്റ് ബൈ തന്നെയാണ്. അതുകൊണ്ട് കൂടുതലും ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുന്നതാണ് കൂടുതൽ നമുക്ക് സേഫ് ആയിട്ടുള്ളത് ബൈ എൻട്രികളാണ്. പക്ഷെ വലിയൊരു ബൈയിലേക്ക് പോകുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഒരു റിജക്ഷൻസും കിട്ടാറുണ്ട്. പക്ഷെ റിജക്ഷൻസ് എപ്പോഴും ചിലപ്പോൾ ചാർട്ടിൽ നമുക്ക് അങ്ങനെ തന്നെ കറക്റ്റ് പ്രൈസുകളൊക്കെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചാർട്ടുകളൊക്കെ നോക്കി ക്യാൻഡിൽസ് ഒക്കെ നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ബൈ ആയാലും സെല്ലായാലും കറക്റ്റ് എസ് എൽ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ചെറിയ എസ് എല്ലുകൾ വെച്ചിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത് നിലവിലത്തെ മൂവ്മെൻറ്റ് അനുസരിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ കുറച്ച് വലിയ എസ് എൽ വെച്ചിട്ടായാലും നമ്മളുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടുള്ള എസ് എൽ കുറച്ച് വലുതാണെങ്കിൽ അത് തന്നെ കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് എസ് എൽ കൂടുതലാണെന്ന് വിചാരിച്ച് നമ്മൾ ട്രേഡുകൾ മാറ്റി വയ്ക്കേണ്ട. എസ് എൽ കൂടുമ്പോൾ നമ്മുടെ ലോട്ട് സൈസ് ഒന്ന് കുറച്ചിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ ഗോൾഡിൻ്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്. ഇന്നും നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇന്നലെയും വളരെ വലിയ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോൾഡിൽ മാത്രമല്ല, നമ്മളിപ്പോൾ BTCയുടെയും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ താല്പര്യമുള്ളവർക്കൊക്കെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്